എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്കധ്യാനം 18-ാം ദിവസം ഡിസംബർ 18. മനുഷ്യാവതാരത്തോടുണ്ടാകേണ്ട പ്രതികരണം സർവാത്മനായുള്ള ആത്മാർപ്പണം. ഈ വിഷയത്തെപ്പറ്റി നമുക്കിന്ന് ധ്യാനിക്കാം. മാനവരക്ഷയ്ക്ക് വേണ്ടി അവരോട് കൂടെ പാർക്കാനായി മനുഷ്യ അവതാരം ചെയ്ത ദൈവപുത്രന് നേരിടേണ്ടി വന്നത് എന്താണെന്ന് 4-ാം സുവിശേഷകൻ വളരെ ദുഃഖത്തോടെ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു. യോഹന്നാൻ 1:11. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തമായ പ്രകാശനമാണ്. യോഹന്നാൻ 3:16 അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യാവതാരത്തിൽ പ്രസ്പഷ്ടമാക്കപ്പെട്ട ദൈവസ്നേഹത്തിന് അനുസൃതമായ പ്രതിസ്നേഹം മാത്രമാണ് മതിയായ പ്രതികരണം. നമ്മുടെ കൂടെയാകാൻ ഈശോ വന്നത് നാം അവിടുത്തോടു കൂടെയാകാനും അവിടുത്തെ സൗഹൃദത്തിൽ വസിക്കാനുമാണ്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ എന്ന യേശുവിൻ്റെ വാക്കുകൾ പുൽത്തൊഴുത്തിൽ നിന്ന് നമുക്ക് മുഴങ്ങിക്കേൾക്കാൻ ആവണം. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമായ യേശു തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് നമ്മിലൊരുവനായി മനുഷ്യനായി നമ്മുടെ അടുത്തേക്ക് വന്നത് നമുക്ക് അവിടുത്തെ സമീപിക്കാൻ എളുപ്പമാകാനാണ്, സ്വാതന്ത്ര്യത്തോടെ അവിടുത്തോട് ഇടപഴകാനാണ്. മനുഷ്യനായതിനു പുറമെ ദൈവപുത്രനായ ഈശോ ഒരു ശിശുവായി നമ്മെ സമീപിക്കുന്നത് എത്ര അതിശയകരമാണ്. ശിശുക്കളെ കണ്ടാൽ നമ്മിൽ ആരാണ് കയ്യിലെടുത്ത് ഒരു ഉമ്മ കൊടുക്കാത്തത്? മനുഷ്യ അവതാരം ചെയ്ത ദൈവത്തോട് എത്ര ഊഷ്മളമായ സ്നേഹമാണ് നാം കാണിക്കേണ്ടത് എന്നല്ലേ ഇതെല്ലാം നമ്മെ പറഞ്ഞു തരുന്നത്. കർത്താവിനെ നേരിട്ട് കാണാൻ ആശിച്ച മോശയോട് അവിടുന്ന് പറഞ്ഞത് പുറപ്പാട് 33:20 നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടിരിക്കുകയില്ല. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നെങ്കിലും പുറപ്പാട് 33:11 അവന് കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തോടെ ദൈവം ദൃശ്യനായി. അതേപ്പറ്റി താൻ പ്രതിനിധാനം ചെയ്യുന്ന ശിഷ്യർക്കെല്ലാവർക്കും വേണ്ടി യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അവൻ്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തെ നേരിട്ട് കണ്ട അനുഭവം യോഹന്നാൻ കൂടുതൽ വിവരിക്കുന്നത് 1-ാം ലേഖനത്തിലാണ്. 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെടുത്തപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് ഞങ്ങൾ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ ഈ വാക്കുകൾ മനുഷ്യാവതാരത്തിലൂടെ അനുഭവവേദ്യമായ അവർണ്ണനീയമായ ദൈവാനുഭവമല്ലേ എടുത്തു കാണിക്കുന്നത്? അത് എത്ര അഗാധവും ശക്തവുമായ സ്വാധീനമാണ് ആദിശിഷ്യരിൽ ഉളവാക്കിയത്. അതിനോട് സമാനമായ ഒരു സ്നേഹം കൊണ്ട് പ്രതികരിക്കാനേ അവർക്ക് ആയുള്ളൂ.
യോഹന്നാൻ്റെ 1 4:19 യോഹന്നാൻ അത് പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. യേശുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്താൽ അടിമുടി സ്വാധീനിക്കപ്പെട്ട് യോഹന്നാൻ പറയുന്ന ഈ വാക്കുകൾ യേശുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ തീവ്ര സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു എന്ന ദിവ്യലിഖിതവും നമുക്കിവിടെ ഓർമ്മിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം വളരെ വൈകി മാത്രം മനസ്സിലാക്കിയ പൗലോസിൻ്റെ വാക്കുകൾ എത്ര ഹൃദയസ്പർശിയാണ്. കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ: ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും അതിനാൽ എല്ലാവരും മരിച്ചെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തോട് സർവാത്മനായുള്ള ആത്മാർപ്പണം വഴി പ്രതികരിക്കാതിരുന്നാൽ അത് അതിൽ തന്നെ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്ന് ദൈവവചനം താക്കീത് ചെയ്യുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യാവതാരത്തിൽ പ്രകടമായ ദൈവസ്നേഹത്തോട് പ്രത്യുത്തരിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിക്കാൻ സർവാത്മന അവിടത്തേക്ക് ജീവിതം സമർപ്പിക്കാനുള്ള പ്രധാന തടസ്സം മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തതാണെന്ന് യോഹന്നാൻ ശ്ലീഹ എടുത്തു പറയുന്നുണ്ട് തൊട്ടടുത്ത വചനത്തിൽ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം: ഇതാണ് ശിക്ഷാവിധി, ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ ഉള്ളവയായിരുന്നു. ഈ തിരുവചനം നമുക്ക് തരുന്ന പ്രത്യേക സന്ദേശം, യോഹന്നാൻ ശ്ലീഹായും മറ്റു വിശുദ്ധരും ഒക്കെ അതീവ വാത്സല്യത്തോടെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യാവതാരത്തോട് പ്രതികരിച്ച പോലെ നമുക്ക് പറ്റാത്തത് നാം തിന്മയിൽ ആയതിനാലാണ് എന്നത്രേ. അതിനാൽ ക്രിസ്മസിനുള്ള ഏറ്റവും പ്രധാന ഒരുക്കം യഥാർത്ഥമായ മാനസാന്തരമാണ്. സർവതല സ്പർശിയായ ശുദ്ധീകരണത്തിന് നാം തയ്യാറാവുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പക്കലേക്ക് വന്ന ദൈവത്തെ സ്വീകരിക്കാൻ അവർ പ്രാപ്തരാകേണ്ടതിന് അവർക്ക് ദൈവം നൽകിയ നിയമം ഇന്ന് നമുക്കും ബാധകമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-11 വാക്യങ്ങൾ: കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. കുറച്ചു സമയത്തേക്ക് മാത്രം ജനത്തിൻ്റെ കൂടെയാകാൻ ദൈവം വന്നപ്പോൾ ഇത്രമാത്രം വിശുദ്ധീകരണം അവിടുന്ന് തന്നെ ആവശ്യപ്പെട്ടെങ്കിൽ ദൈവം എമ്മാനുവേലാകുന്നതിന്, നമ്മോടുകൂടെ സ്ഥിരം വസിക്കാൻ വരുന്നതിന് എത്ര വിപുലമായ വിശുദ്ധീകരണമാണ് വേണ്ടത്. ഇത്തരുണത്തിൽ വേണ്ടത്ര വിശദമായ ഒരുക്കത്തോടെ കുമ്പസാര കൂദാശ സ്വീകരിക്കേണ്ടത് തീർച്ചയായും അനിവാര്യമാണെന്നത് മറക്കരുത്. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തോട് നാം കാണിക്കേണ്ട പ്രത്യുത്തരം യേശുവിനെ അഗാധമായി ഗാഢമായി സ്നേഹിക്കുക എന്നത് തന്നെയാണ്. ഉണ്ണീശോയുടെ പുൽക്കൂട്ടിലെ ദിവ്യരൂപം നമ്മെ സ്നേഹപൂർവ്വം മാടി വിളിക്കുന്നത് നമുക്ക് അനുഭവിക്കാനാകണം. അവിടുത്തോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയും വേണം. പരിശുദ്ധ കന്യക മറിയത്തെയും യൗസേപ്പിതാവിനെയുമാണ് ഇക്കാര്യത്തിൽ നാം മാതൃകയാക്കേണ്ടത്. റൊസാരിയും വെർജിനിസ് മരിയ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത്, ഉണ്ണീശോ പിറന്നതിന് ശേഷം അവിടുത്തെ മുഖത്തു നിന്ന് പരിശുദ്ധ കന്യക മറിയം ഒരിക്കലും കണ്ണെടുത്തിട്ടില്ല എന്നാണ്. ഈശോയോടുള്ള മാതാവിൻ്റെ അതിതീവ്രമായ സ്നേഹമാണ് പാപ്പ ഈ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നത്. മാതാവ് ഈശോയെ സ്നേഹിച്ചത് സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലായിരുന്നു. എന്താണ് യഥാർത്ഥ സ്നേഹം? സ്നേഹിക്കപ്പെടുന്ന ആളിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത സ്നേഹം. ഈശോയിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണോ മാതാവും യോസേപ്പ് പിതാവും ഈശോയെ സ്നേഹിച്ചത്? ഒരിക്കലുമല്ല. ഈശോയെ സ്നേഹിക്കുന്നതിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ. യേശു തന്നെയായിരുന്നു അവർ കൊതിച്ച അനുഗ്രഹം. അവിടുന്ന് നൽകുന്ന മറ്റനുഗ്രഹങ്ങൾ അവർക്ക് വിഷയമേ അല്ലായിരുന്നു. അത്ര നിസ്വാർത്ഥ സ്നേഹമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കും യോസേപ്പ് പിതാവിനും ഈശോയിലുണ്ടായിരുന്നത്. ഈശോയോടുള്ള നമ്മുടെ സമീപനവും ഇങ്ങനെ തന്നെയാകണം. അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങളിൽ കണ്ണ് വച്ചുകൊണ്ടാകരുത് അവിടുത്തെ സ്നേഹിക്കുന്നതും അവിടുത്തോട് ഭക്തി പ്രകടിപ്പിക്കുന്നതും. അവിടുത്തെ സ്നേഹിക്കുന്നതിലാകണം നമ്മുടെ ആനന്ദം. അവിടുത്തോട് അപ്രകാരം ഒരു നിസ്വാർത്ഥവും ഗാഢവുമായ സ്നേഹത്തിലാകുമ്പോൾ, ഈശോയോടുള്ള ഒരു ഉറ്റ സൗഹൃദത്തിൽ നാം ആയി കഴിയുമ്പോൾ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് തന്നെ മുൻകൈയെടുത്ത് നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്.